രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിച്ചേക്കും. അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സുകൾ എത്തിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂരുണ്ട്. വിഷ്ണു, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഫ്ലെക്സുകളൊക്കെ അമേഠിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ബിനു, അല്പം മുന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് ബോർഡുകൾ അമേഠിയിലെ ഗൗരിഗഞ്ചിലുള്ള കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തിച്ചത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അമേഠിയിലും റായ്ബറേലിയിലും ഇതുവരെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരു മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം നാളെ അവസാനിക്കുകയും ചെയ്യും. എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അല്പസമയത്തിനകം ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന്, അതായത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുമായി അവസാനവട്ട ചില ചർച്ചകൾ നടക്കുകയാണ്. ആ ഒരു ചർച്ചകൾക്ക് ശേഷമായിരിക്കും കോൺഗ്രസ് അമേഠിയിലും റായ്ബറേലിയിലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അല്പം മുന്നെയാണ് ഈ ഗൗരിഗഞ്ചിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് ബോർഡുകൾ എത്തിച്ചിരിക്കുന്നത്. ബിനു, രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിച്ചേക്കും. രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ബോർഡുകൾ അമേഠിയിൽ എത്തിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.